പട്ടണത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഓപ്പോസിറ്റ്, ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണിയുടെ ഓപ്പോസിറ്റ് ജഗതിയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, മേനോൻ. മേനോൻ ഡോക്ടർ പറഞ്ഞു, ഈ ചെറുക്കൻ ഇനി മരുന്നൊന്നും ഏൽക്കത്തില്ല, വീട്ടിൽ കൊണ്ടുപോകും. കാണേണ്ടവരെയൊക്കെ വിളിച്ചോ, കാരണം അധികം മണിക്കൂറുകൾ അവൻ ജീവനോടെ ഇല്ല. അമ്മ ആ ചെറുക്കനെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൻ അബുദാബിയിൽ ജോലി ചെയ്യുക. അമ്മ നിലവിളിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞു, എന്റെ അപ്പൻ വരുമ്പോൾ എന്റെ മൃതശരീരമേ എനിക്ക് കാണാൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് മുൻപിൽ നിലവിളിച്ച് പറഞ്ഞു, അപ്പൻ വരുമ്പോ ഡെഡ് ബോഡിയല്ലേ കാണാൻ കൊടുക്കത്തുള്ളൂ. പക്ഷെ കർത്താവേ, എന്റെ ജീവനെ നീ ദീർഘമാക്കിയാൽ ഞാൻ ലോകത്തിന് വേണ്ടിയല്ല, ഇവനെ ഞാൻ ദൈവത്തിന് വേണ്ടി വളർത്തും. ഒരാഴ്ചനെ ദീർഘമാക്കി തന്നാൽ ഭിക്ഷക്കാരിയെ പോലെ നിലവിളിച്ചു. 5 പൈസ തരണേ, 10 പൈസ തരണേ പണ്ട് ഭിക്ഷക്കാർ നിലവിളിക്കുന്നത് പോലെ അമ്മ നിലവിളിച്ചു. അവന്റെ ജീവനെ ഭിക്ഷ ചോദിക്കുന്നത് പോലെ ചോദിക്കുക, ഭിക്ഷ ചോദിക്കുന്ന പോലെ ചോദിക്കുക. ഈ കൊച്ചിന്റെ ജീവനെ തന്നാൽ അവനെ ലോകത്തിന് വേണ്ടിയല്ല, അങ്ങയ്ക്ക് വേണ്ടി വളർത്തും. 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി അറ്റ്മോസ്ഫിയർ, ആ റൂമിൽ ചൂട് വ്യാപരിച്ചു. അമ്മ പിന്നത്തേതിൽ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ ഒരു കരം ആ റൂമിൽ ഇറങ്ങി വരുന്നത് അമ്മ കണ്ടു. ആശ്വാസഘോഷം സ്വതന്ത്രമായി ആസ്മയുടെ കെട്ടഴിഞ്ഞു. അമ്മയുടെ കണ്ണുനീർ ആ ചെറുക്കൻ തുടച്ചു, എഴുന്നേറ്റു. ഇന്ന് ആ അമ്മയ്ക്ക് 86-ലധികം വയസ്സ് പ്രായമുണ്ട്. അപ്പൻ മരിച്ചുപോയി. സ്തോത്രം. 2022 അപ്പൻ നിത്യതയിൽ പോയി. അമ്മയ്ക്ക് ഇന്ന് 86 വയസ്സിലധികം പ്രായമുണ്ട്. സ്തോത്രം. ഇന്ന് ആ അമ്മ തിരുവനന്തപുരത്തുണ്ട്. ഇന്ന് ആ ചെറുക്കൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങളോട് പറയുന്നു, കണ്ണുനീരിന് മറുപടിയുണ്ട്, കണ്ണുനീരിന് മറുപടിയുണ്ട്. അമ്മമാരുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്, അപ്പന്മാരുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്, കണ്ണുനീരിന് മറുപടിയുണ്ട്. ഏത് വിഷയത്തെ ഓർത്താണ് നീ കരഞ്ഞത്, അതേ കണ്ണുകൊണ്ട് ദൈവിക വിടുതൽ നീ കാണും. ഏത് വിഷയം